ബിലാൽ ഭായ്. നമ്മളിങ്ങനെ കാശ്മീർ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ബിലാൽ ഭായിയുടെയൊക്കെ ഹോം സ്റ്റേയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ വെച്ചു. ആ അടിപൊളി മനുഷ്യനാണ്, രക്ഷയില്ല. എന്തായാലും ഒരു എന്താ പറയുക, ക്ലൈമറ്റ് അത്ര സുഖമല്ല, ചെറിയ മഴ പിടിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നല്ല രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഹലോ ഗെയ്സ്, നമ്മളിന്ന് സന്ദർശിക്കുന്നത് മുഗൾ ഗാർഡൻസ് ആണ്. മുഗൾ ഗാർഡൻസിലേക്ക് പോകുന്ന വഴിക്കാണ് ശ്രീനഗറിലെ പ്രശസ്തമായിട്ടുള്ള ദാൽ തടാകം. ഈ കാണുന്നത് ദാൽ തടാകമാണ്. ദാൽ തടാകത്തിന് ചുറ്റിയാണ് നമ്മൾ ഈ മുഗൾ ഗാർഡൻസിലേക്കെല്ലാം പോകുന്നത്, ഈ മുഗൾ ഉദ്യാനങ്ങളിലേക്കെല്ലാം പോകുന്നത്. വളരെ മനോഹരമാണ് ഈ ഒരു സഞ്ചാരം തന്നെ. ഈ ഒരു ദാൽ തടാകത്തിലെ ശിക്കാര റൈഡ് ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം പോകുന്നത് പരിമഹൽ ഗാർഡനിലേക്കാണ്. ശ്രീനഗറിൽ തന്നെ ഏകദേശം 2 ദിവസത്തോളം നമ്മൾ ചുറ്റി സഞ്ചരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ പരിമഹൽ ഗാർഡനിലേക്ക് എത്തി. യക്ഷികളുടെ കൊട്ടാരം എന്നൊരർത്ഥം വരുന്ന പരിമഹൽ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മുഗൾ ഉദ്യാനമാണ്. ഇത് ചക്രവർത്തി ഷാജഹാന്റെ മൂത്ത മകൻ ദാരാ ഷിക്കോ നിർമ്മിച്ചതാണ്. ആയിരത്തി 650 നിർമ്മിച്ച പരിമഹൽ ജ്യോതിശാസ്ത്ര പഠനങ്ങൾക്കും മതപരമായ ചർച്ചകൾക്കും സന്യാസിമാർക്കുള്ള വിശ്രമ കേന്ദ്രമായും ഉപയോഗിച്ചിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇത് ഒരു നിരീക്ഷണാലയമായും ലൈബ്രറിയായും പ്രവർത്തിച്ചിരുന്നു. പേർഷ്യൻ മുഗൾ ശൈലികളിൽ രൂപകൽപ്പന ചെയ്ത 7 ടെറസുകളുള്ള ഒരു ഉദ്യാനമാണ് പരിമഹൽ. ടെറസുകൾ കമാനാകൃതിയിലുള്ള വാതിലുകളും ജലധാരകൾ, പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനങ്ങൾ എന്നിവയാൽ മനോഹരമാക്കിയിരിക്കുന്നു. മറ്റ് മുഗൾ ഉദ്യാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരിമഹലിൽ ജലചാലുകളില്ല. പക്ഷേ ദാൽ തടാകത്തിൻ്റെയും ശ്രീനഗർ നഗരത്തിൻ്റെയും മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോ പോയിന്റുകൾ ഇവിടെ ഓരോ ടെറസിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ദാൽ തടാകമാണ്. ദൂരെ കാണുന്നത് ദാൽ തടാകമാണ്. എന്ത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നോക്കി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതാണ്. കൈവരികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുക. ഇതിൻ്റെ നിർമ്മിതി നമുക്ക് വളരെയധികം അത്ഭുതം തോന്നും. കാര്യം ഓരോ സ്റ്റെപ്പിലും അതൊരു ഗാർഡനാക്കി നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു നിർമ്മിതി വളരെയധികം അത്ഭുതാവഹം തന്നെയാണ്.
എന്തായാലും നമ്മുടെ തൃശ്ശൂർ എന്നുള്ള മലയാളികളാണ്. ഈ ഒരു ട്രിപ്പിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മലയാളികളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേക്ക്. അവർ 7ാമത്തെ ദിവസമാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത മുഗൾ ഉദ്യാനമായ നിശാന്ത് ബാഗിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയും വളരെ മനോഹരമായ പച്ചപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഒരു സമ്മറിൽ കാണുന്ന പോലെ അത്ര മനോഹാരിത ഈ ഒരു ഗാർഡനിലൊന്നും ഈ ഒരു സമയത്ത് കാണുകയില്ല. നിശാന്ത് ബാഗ് മുഗൾ ഗാർഡൻ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മുഗൾ ഉദ്യാനങ്ങളിൽ ഒന്നാണ്. അതിമനോഹരമായ ടെറസ്ഡ് ഡിസൈനും ദാൽ തടാകത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കും പേര് കേട്ടതാണ് ഈ ഒരു ഉദ്യാനം. നിശാന്ത് ബാഗ് എന്ന പേരിൻ്റെ അർത്ഥം സന്തോഷത്തിൻ്റെ ഉദ്യാനം അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ഉദ്യാനം എന്നാണ്. മുഗൾ ചക്രവർത്തി നൂർജഹാൻ്റെ സഹോദരനും മുംതാസ് മഹലിൻ്റെ പിതാവുമായ ആസിഫ് ഖാൻ AD 1633 നിർമ്മിച്ചതാണ് ഈ ഒരു ഉദ്യാനം. പേർഷ്യൻ ശൈലിയിലുള്ള മുഗൾ വാസ്തുവിദ്യയിൽ രൂപകൽപ്പന ചെയ്ത ഇത് ഇറാനിലെയും മധ്യേഷ്യയിലെയും ഉദ്യാനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. മുഗൾ രാജകുടുംബങ്ങളുള്ള സ്വകാര്യ വിശ്രമ കേന്ദ്രമായിട്ടാണ് ഈ ഒരു ഉദ്യാനം സൃഷ്ടിച്ചതെങ്കിലും പിന്നീട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 12 രാശിചിഹ്നങ്ങളെ പ്രതീകപ്പെടുത്തുന്ന 12 ടെറസുകളുള്ള ഒരു ഉദ്യാനമാണ് ഈ നിശാന്ത് ബാഗ്. ടെറസുകൾ, തടാകത്തിലേക്ക് ഇറങ്ങുന്ന കാസ്കേഡിംഗ് ജലജാലുകൾ, ജലധാരകൾ, പച്ചപ്പ് നിറഞ്ഞ പുൽത്തകടികൾ എന്നിവ ഇവിടെയുണ്ട്. സബർവാൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഈ ഉദ്യാനത്തിൻ്റെ പ്രകൃതി ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. മറ്റൊരു അതിമനോഹരമായിട്ടുള്ള ഉദ്യാനമാണ് ഷാലിമാർ മുഗൾ ഗാർഡൻ. വളരെ പേര് കേട്ടതാണ്. ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ളത് ഈ ഒരു മുഗൾ ഗാർഡൻ്റെ പേരാണ് ഷാലിമാർ. ശ്രീനഗറിൻ്റെ കിരീടം എന്ന് അറിയപ്പെടുന്ന ഷാലിമാർ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ മുഗൾ ഉദ്യാനവുമാണ്. സബർവാൻ പർവ്വതനിരകളിൽ പശ്ചാത്തലമാക്കി ദാൽ തടാകത്തിൻ്റെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 1619 മുഗൾ ചക്രവർത്തി ജഹാംഗീർ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നൂർജഹാന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഒരു ഉദ്യാനം. ഷാലിമാർ എന്ന പേര് സംസ്കൃതത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. സ്നേഹത്തിൻ്റെ വാസസ്ഥലം അല്ലെങ്കിൽ വാസസ്ഥലങ്ങളുടെ വിശുദ്ധി എന്നാണ് അർത്ഥമാക്കുന്നത്. തുടക്കത്തിൽ ഒരു രാജകീയ വിശ്രമസ്ഥലമായി രൂപകൽപ്പന ചെയ്തുവെങ്കിലും പിന്നീട് മുഗൾ ഭരണകാലത്ത് കോടതി ചടങ്ങുകൾക്കുള്ള ഒരു വേദിയായും ഈ ഗാർഡൻ മാറുകയുണ്ടായി.
പേർഷ്യൻ ശൈലിയിലുള്ള മുഗൾ ഉദ്യാന രൂപകൽപ്പനയിൽ 3 ടെറസുകളുള്ള രൂപകൽപ്പനയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടുന്നു. ആദ്യ ടെറസ് മുഗൾ ഭരണകാലത്തെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തേത് പ്രഭുക്കന്മാർക്കും കൊട്ടാരക്കാർക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്നു. മൂന്നാമത്തെ ടെറസ് മുഗൾ രാജ്ഞിക്കും രാജകീയ സ്ത്രീകൾക്കും വേണ്ടിയുള്ള സ്വകാര്യ സ്ഥലവുമാണ്. ചാർബാഗ് മാതൃകയിലാണ് ഈ ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നത്. ഹാർവാൻ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു മധ്യജല കനാൽ ഇവിടെയുണ്ട്. മുഗൾ പ്രതാപത്തെ പ്രതിഫലിപ്പിക്കുന്ന ചിനാർ മരങ്ങൾ, ജലധാരകൾ, മാർബിൾ പവലിയനുകൾ എന്നിവ ഇവിടെയുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ പൊതുചതുരമാണ് ലാൽ ചൗക്ക്. അവിടുത്തെ മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനഗറിൽ പർച്ചേസിങ്ങിന് മറ്റുമായിട്ട് ഒട്ടനവധി ആളുകൾ വരുന്ന ഒരു വലിയ മാർക്കറ്റാണ് ലാൽ ചൗക്ക്. പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ ലാൽ ചൗക്ക്. ലാൽ ചൗക്ക് എന്ന പേരിൻ്റെ അർത്ഥം റെഡ് സ്ക്വയർ എന്നാണ്. കൂടാതെ കാശ്മീരിലെ ആദ്യകാല സോഷ്യലിസ്റ്റ് സ്വാധീനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതുമാണ് ഈ ഒരു ലാൽ ചൗക്ക്. ഇവിടെ ജാക്കറ്റും മറ്റും വളരെ വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. ഇത് റവ കേസരി പോലത്തെ ഒരു ഐറ്റമാണ്. ഡോഗ്ര ഭരണകാലത്ത് സ്ഥാപിതമായ ലാൽ ചൗക്ക് ശ്രീനഗറിലെ വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായി മാറി. 1948 കാശ്മീർ ഇന്ത്യയോട് ചേർന്നതിന് ശേഷം ജവഹർലാൽ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും ഇവിടെ ഒരു വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. വർഷങ്ങളായി നിരവധി ചരിത്രപരമായ പ്രസംഗങ്ങൾ, പ്രതിഷേധങ്ങൾ, സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് ഇത് വേദിയായിട്ടുണ്ട്. സന്ധ്യസമയത്ത് ലാൽ ചൗക്കിലെ ഈ വലിയൊരു ക്ലോക്ക് ടവർ വർണ്ണാഭമായ ലൈറ്റുകളാൽ തിളങ്ങി നിൽക്കുന്നതും ഏറ്റവും മുകളിലായിട്ട് ദേശീയ പതാക പാറിപ്പറക്കുന്നതും അഭിമാനത്തോടെ നോക്കി നിൽക്കുവാൻ വളരെ ആനന്ദകരമാണ്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ജലം നദിക്ക് കുറുകെയുള്ള ഒരു പഴയ മരപ്പാലമാണ് ഈ കാണുന്ന സീറോ ബ്രിഡ്ജ്. നഗരത്തിലെ രാജ്ബാഗ്, സോൻവാർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു പാലമാണ് ഈ സീറോ ബ്രിഡ്ജ്. ഇരുമ്പ്, സ്റ്റീല് ഒന്നുമില്ലാതെ പരമ്പരാഗതമായ കാശ്മീരി തടി ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1950കളുടെ തുടക്കത്തിൽ അന്നത്തെ ജമ്മു കാശ്മീരിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബക്ഷി ഗുലാം മുഹമ്മദിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു പാലം. ശ്രീനഗറിൽ പ്രവേശിക്കുമ്പോൾ ജലം നദിയിലെ ആദ്യത്തെ പാലമായതിനാലാണ് ഈ ഒരു പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ജലം നദിയുടെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്നാൽ നമുക്ക് ലഭിക്കും.
2014 കാൽനടക്കാർക്ക് മാത്രമായിട്ടുള്ള പാലമായി ഇത് പുനഃസ്ഥാപിച്ചു. ഇത് വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരു സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ സീറോ ബ്രിഡ്ജിൽ ഇരുന്നു കൊണ്ട് ഒരു ഷവർമയും കോഫിയും ഒക്കെ ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അത് കഴിച്ചു. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം എന്നും ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടൻ എത്തുന്നതാണ്. താങ്ക് യു.